മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു റിസൾട്ട്? ഒന്നാമത്തെ റിസൾട്ട് sin 2x ഈക്വൽ ടു 2 sin x cos x, sin 2x ഈക്വൽ ടു 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ x. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ cos 2x റിസൾട്ട് എന്തൊക്കെയായിരുന്നു? cos 2x എത്ര റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു? cos 2x 4 റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 4 റിസൾട്ട്? ഒന്നാമത്തത് cos 2x ഈക്വൽ ടു cos square x minus sin square x. Okay, then cos 2x equal to 2 cos square x minus 1. Then cos 2x equal to 1 minus 2 sin square x. Then cos 2x equal to 1 minus tan square x by 1 plus tan square x. Okay, tan 2x in result എന്തായിരുന്നു? 2 tan x divided by 1 minus tan square x. Okay, നിങ്ങൾ പറയൂ sin 3x എന്തായിരുന്നു? 3 sin x minus 4 sin cube x. Then cos 3x 4 cos cube x minus 3 cos x. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ tan 3x പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 1 minus cos 2x divided by 1 plus cos 2x. Okay, 1 minus cos 2x divided by 1 plus cos 2x. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ അവിടെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1 minus cos 2x എന്തായിരുന്നു? 1 minus cos 2x equal to 2 sin square x and 1 plus cos 2x എന്തായിരുന്നു? 1 plus cos 2x equal to 2 cos square x. Okay, അങ്ങനെയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് 2ഉം 2ഉം കട്ട് ചെയ്ത് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു റൂട്ട് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? ടാൻ എക്സ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് എന്തായിരുന്നു? 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സും 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് prove that sin x divided by 1 plus cos x equal to tan of x by 2. Okay, എന്താണ്? sin x divided by 1 plus cos x equal to tan of x by 2. അവിടെ ഒരു x by 2 എന്നാണ് നിങ്ങൾ കാണുന്നത്. tan x all divided by 2 അല്ല, tan of x by 2 ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ നമുക്കറിയുന്ന റിസൾട്ടാണ് sin 2x റിസൾട്ട് എന്താണ്? sin 2x ഈക്വൽ ടു 2 sin x cos x. ഓക്കെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു sin 4x എന്താണ്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. sin 2x ഈക്വൽ ടു 2 sin x cos x. അങ്ങനെയാണ് sin 4x എന്താണ്? എന്തായിരിക്കും sin 4x? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. sin 4x ഇത് നോക്കിക്കോളെ, 2x ആകുമ്പോൾ ഇവിടെ x, അങ്ങനെയാണ് 4x ആകുമ്പോൾ 2 sin 2x cos 2x. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഇവിടെ 2x ആയപ്പോൾ ഇവിടെ x, അങ്ങനെയാണ് ഇവിടെ 4x ആണെങ്കിൽ ഇവിടെ എന്താണ്? 2x ആണ്. ഓക്കെ, അങ്ങനെയാണ് sin 6x എന്താണ്? sin 6x ഈക്വൽ ടു 2 sin 3x ഇൻറ്റു cos 3x. ഓക്കെ, ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു sin 3x എന്താണ്? ഓക്കെ, ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ 3, ഇവിടെ 3 ആകുമ്പോൾ എന്താണ്? sin 3x by 2 cos 3x by 2. ഓക്കെ, 3 by 2x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ sin x എന്താണ്? ആലോചിച്ച് പറയൂ. sin 2x 2 sin x cos x ആണെങ്കിൽ sin x എന്തായിരിക്കും? കിട്ടിയോ? ആൻസർ കിട്ടിയോ?
sin 2x equal to 2 sin x cos x. Then sin x equal to, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2x ആകുമ്പോൾ x, അങ്ങനെയാണ് x ആകുമ്പോൾ എന്താണ് x by 2. ഓക്കെ, sin x by 2 cos x by 2. ക്ലിയർ ആണല്ലോ? ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് sin 2x 2 sin x cos x ആണ്. അങ്ങനെയാണെങ്കിൽ sin x എന്താണ് 2 sin x by 2 cos x by 2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ചെയ്യേണ്ടത് sin x 2 sin x by 2 cos x by 2. ഇനി നമുക്ക് നോക്കേണ്ടത് 1 plus cos 2x എന്താണ് 1 plus cos 2x 2 cos square x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 plus cos 4x എന്തായിരിക്കും 2 cos square 2x അല്ലേ? 1 plus cos 8x എന്താണ് 2 cos square 4x അല്ലേ? ഓക്കെ, ഇവിടെ 2x വന്നപ്പോൾ ഇവിടെ x ആണ്. അങ്ങനെയാണെങ്കിൽ 1 plus cos x എന്താണ് 1 plus cos x 1 plus cos x equal to ഇവിടെ 2x ആകുമ്പോൾ ഇവിടെ x, ഇവിടെ x ആകുമ്പോൾ x by 2 2 cos square x by 2. അപ്പം നമുക്ക് വേണ്ടത് അടുത്ത 1 plus cos x ന്റെ റിസൾട്ട് കിട്ടി 2 cos square x by 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ sin x ഡിവൈഡഡ് ബൈ 1 plus cos x ഈക്വൽ ടു sin x എന്താണ് അവിടെ റിസൾട്ട് എഴുതിയിട്ടുണ്ട് 2 sin x by 2 cos x by 2 all divided by 1 plus cos x എന്താണ് 1 plus cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos square x by 2 ആണ്. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. 2ഉം 2ഉം കട്ട് ചെയ്ത് ഒരു cos x by 2 ഒരു cos x by 2ഉം കട്ട് ചെയ്ത് അപ്പോൾ ബാക്കി എന്താണുള്ളത് sin x by 2 ഡിവൈഡഡ് ബൈ cos x by 2. sin x by 2 divided by cos x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് tan of x by 2 അല്ലേ? sin x by 2 divided by cos x by 2 equal to tan of x by 2. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം sin 2x 2 sin x cos x ആണ്. അങ്ങനെയാണ് sin x എന്താണ് 2 sin x by 2 cos x by 2. ഓക്കെ ആണോ? ഇനി cos 1 plus cos 2x 2 cos square x ആണ്. അങ്ങനെയാണെങ്കിൽ 1 plus cos x എന്താണ് 2 cos square x by 2 ആണ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് 1 plus cos x divided by 1 minus cos x. Find the value of അല്ലെങ്കിൽ evaluate root of 1 plus cos x divided by 1 plus cos x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. 1 minus cos 2x എന്താണ് 1 minus cos 2x equal to 2 sin square x and 1 plus cos 2x എന്തായിരുന്നു 1 plus cos 2x equal to 2 cos square x. അങ്ങനെയാണെങ്കിൽ 1 minus cos x എന്താണ് ഞാൻ ഇനിയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. 1 minus cos 2x 2 sin square x ആണെങ്കിൽ 1 minus cos x എന്താണ് 1 minus cos x equal to 2 sin square x by 2. അതേപോലെ 1 plus cos x എന്താണ് 1 plus cos 2x 2 cos square x ആണെങ്കിൽ 1 plus cos x എന്താണ് 2 cos square x by 2. ഓക്കെ, ഞാൻ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് 1 minus cos x ഡിവൈഡഡ് ബൈ 1 plus cos x divided by 1 minus cos x equal to ഇവിടെ റൂട്ട് 1 plus cos x എന്താണ് 1 plus cos x equal to 2 cos square x by 2 divided by 1 minus cos x equal to 2 sin square x by 2. Okay, root of 2 cos square x by 2 divided by 2 sin square x by 2. ഈ 2 ഉം 2 ക്യാൻസൽ ആയി cos square x by 2 by sin square x by 2. നിങ്ങൾക്ക് അറിയാം cos theta plus sin theta equal to cot theta ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ cos square x by 2 divided by sin square x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് cot square x by 2 ആണ്. അപ്പോൾ റൂട്ട് cot square x by 2 റൂട്ട് cot square എന്ന് പറഞ്ഞാൽ റൂട്ട് സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പോൾ എന്ത് കിട്ടി നമ്മുടെ ആൻസർ എന്താണ് cot x by 2. ഓക്കെ, cot x by 2 ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് prove that
1 minus cos 2x plus sin 2x all divided by 1 plus cos 2x plus sin 2x equal to tan x. Okay, next question എന്താണ്? Prove that 1 minus cos 2x plus sin 2x all divided by 1 plus cos 2x plus sin 2x equal to tan x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. 1 minus cos 2x 1 minus cos 2x plus sin 2x LHS നമുക്ക് നോക്കാം. ഡിവൈഡഡ് ബൈ 1 plus cos 2x plus sin 2x. ഓക്കെ, എന്താണ് 1 മൈനസ് കോസ് 2x? ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്. 1 മൈനസ് കോസ് 2x എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. അതേപോലെ 1 പ്ലസ് കോസ് എക്സ് എന്താണ്? 1 പ്ലസ് കോസ് 2x എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ്. അതേപോലെ സൈൻ 2x എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, എന്താണ് സൈൻ 2x? എന്താണ് സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഡൗട്ട് ഉണ്ടോ? സൈൻ 2xന് രണ്ട് റിസൾട്ട് ഉണ്ട്. ഒന്നാമത്തെ റിസൾട്ട് 2 സൈൻ എക്സ് കോസ് എക്സ്, രണ്ടാമത്തെ റിസൾട്ട് 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ 2x എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് നിങ്ങൾക്ക് അറിയാം. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, പ്ലസ് ബാക്കി എന്താണ്? സൈൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് കോമൺ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും നമുക്ക് കോമൺ ടേമുകൾ ഔട്ട്സൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിൽ എന്തായാലും 2 പ്ലസ് ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പം നമുക്ക് 2 ഔട്ട്സൈഡ് ചെയ്യാം. 2 എന്തായാലും ഔട്ട്സൈഡ് ചെയ്യാം. അതേപോലെ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ 2 സൈൻ എക്സ് കോസ് എക്സ്. സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ സൈൻ എക്സ് കോസ് എക്സ്. സൈൻ സ്ക്വയർ എക്സിലും സൈൻ എക്സ് കോസ് എക്സിലും കോമൺ ആയിട്ട് ഞാൻ കാണുന്നത് സൈൻ എക്സ് ആണ്. ഓക്കെ അല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് 2 സൈൻ എക്സ് ഔട്ട്സൈഡ് ചെയ്ത് ബാക്കി എന്താണുള്ളത്? 2 ഔട്ട്സൈഡ് ചെയ്ത് സൈൻ സ്ക്വയർ എക്സ് എന്ന് സൈൻ എക്സ് ഔട്ട്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? സൈൻ എക്സ് പ്ലസ് 2 ഔട്ട്സൈഡ് ചെയ്ത് ബാക്കി 2 സൈൻ എക്സ് ഔട്ട്സൈഡ് ചെയ്താൽ ബാക്കി എന്താണുള്ളത്? കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ. ഇനി നമുക്ക് ഇവിടെ 2 എന്തായാലും ഉണ്ട്, കോസ് എക്സ് ഞാൻ ഔട്ട്സൈഡ് ചെയ്യുന്നു. കോസ് എക്സ് ഔട്ട്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണുള്ളത്. ഇവിടെ ബാക്കിയുള്ളത് കോസ് സ്ക്വയർ കോസ് എക്സ് ആണ്. കോസ് സ്ക്വയറിന് കോസ് എക്സ് പ്ലസ് ഇവിടെ എന്താണുള്ളത്? സൈൻ എക്സ്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് എന്താണുള്ളത്? ഈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സും ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സും സെയിം ആണ്. അതേപോലെ 2 സെയിം ആണ്, അതും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണുള്ളത്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സും 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് ആൻഡ് സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. പിന്നെ ചെയ്തത് ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഞാൻ ഔട്ട്സൈഡ് ചെയ്ത് എന്നിട്ട് ക്യാൻസൽ ചെയ്ത് അതിനുശേഷം നമുക്ക് കിട്ടിയത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നാണ് കിട്ടിയത്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if sin x equal to 12 by 13, x is an acute angle, then find cos 2x. Second question, sin 2x. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. If sin x equal to എന്ന് തന്നിട്ട് ബാക്കി find the other 5 trigonometric functions ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ നമുക്കറിയാം സൈൻ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ക്വാഡ്രന്റിലാണുള്ളത്? ഇതുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ? എക്സ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അങ്ങനെയാണ് സൈനും കോസും ടാനും ഒക്കെ എന്താണ്? നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു 12 by 13 ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു 12 by 13.
12 13 അങ്ങനെയാണ്. ഇതെന്താണ്? ഇത് 5 അല്ലേ? അങ്ങനെയാണ് കോസ് എക്സ് എന്തായിരിക്കും? കോസ് എക്സ് ഈക്വൽ ടു 5/13 അല്ലേ? ഇത് പോസിറ്റീവ് തന്നെയാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, എന്നിട്ട് ഇത് 5/13 എന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എന്താണ്? കോസ് ടു എക്സിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ് ടു എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ചെയ്താൽ പോരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/13 ഹോൾ സ്ക്വയർ മൈനസ് 12/13 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 മൈനസ് 144 ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169, അതായത് 169. ഓക്കെ, ഇതെന്താണ്? 25 മൈനസ് 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 119. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മൈനസ് 119 ഡിവൈഡഡ് ബൈ 169. നിങ്ങൾ ഇത് തന്നെ ഈ റിസൾട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ചെയ്യാം, അല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ചെയ്യാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ടാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കോസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എന്താണ്? അടുത്തത് സൈൻ ടു എക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ദെൻ 2 സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് 12/13. ഓക്കെ, ഇൻറ്റു കോസ് എക്സ് എന്താണ്? 5/13. ഓക്കെ, 2 ഇൻറ്റു 12 ഇൻറ്റു 5 60, 60 ഇൻറ്റു 2 120 ഡിവൈഡഡ് ബൈ 169. നമുക്ക് സൈൻ ടു എക്സ് കിട്ടി, കോസ് ടു എക്സ് കിട്ടി. നിങ്ങളോട് ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിസൾട്ട് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ തൊട്ട് മുന്നേ പഠിച്ച റിസൾട്ടുകൾ എന്തൊക്കെയായിരുന്നു? സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ഈക്വൽ ടു 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അതേപോലെ കോസ് ടു എക്സിൽ 4 റിസൾട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റിസൾട്ട് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. രണ്ടാമത്തെ റിസൾട്ട് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. മൂന്നാമത്തെ റിസൾട്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. നാലാമത്തെ റിസൾട്ട് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇതേപോലെ കുറച്ച് റിസൾട്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത റിസൾട്ട് ഡിറൈവ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അടുത്ത റിസൾട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്കറിയാം സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ടാണ്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ദെൻ അടുത്ത റിസൾട്ട് ഞാൻ ചെയ്യുന്നത് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ്. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ലെഫ്റ്റ് സൈഡിൽ എന്താണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ്. ഇനി റൈറ്റ് സൈഡിൽ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞതാണ് സൈൻ എക്സ് കോസ് വൈ സൈൻ എക്സ് കോസ് വൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 2 സൈൻ എക്സ് കോസ് വൈ. ഓക്കെ, ഇനി കോസ് എക്സ് സൈൻ വൈയും മൈനസ് കോസ് എക്സ് സൈൻ വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലേ കിട്ടുന്നത്? അതായത് നമുക്ക് കിട്ടുന്നത് 2 സൈൻ എക്സ് കോസ് വൈ ആണ്. 2 സൈൻ എക്സ്
കോസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈയും സൈൻ എക്സ് കോസ് വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് വൈ. അപ്പോൾ 2 സൈൻ എക്സ് കോസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 സൈൻ എക്സ് കോസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 നോക്കാം. അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇത് കുറച്ച് കഴിഞ്ഞാൽ 0 അല്ലേ? സൈൻ എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് കോസ് വൈ എന്താണ്? 0 ആണ്. ഇനി കോസ് എക്സ് സൈൻ വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കോസ് എക്സ് സൈൻ വൈ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് എന്താണ് കിട്ടുന്നത്? 2 കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇത് രണ്ടാമത്തെ റിസൾട്ട്, ഇത് ഒന്നാമത്തെ റിസൾട്ട്. ക്ലിയർ ആണോ? ഇനി ഞാൻ ചെയ്യുന്നത്, നമുക്കറിയാം കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. അതേപോലെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. സൈൻ എക്സ് സൈൻ വൈ ഇക്വേഷൻ നമ്പർ 3. ഇത് ഇക്വേഷൻ നമ്പർ 4. ഞാൻ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ എന്താണ്? 2 കോസ് എക്സ് കോസ് വൈ. 2 കോസ് എക്സ് കോസ് വൈ. അതേപോലെ മൈനസ് സൈൻ എക്സ് സൈൻ വൈയും പ്ലസ് സൈൻ എക്സ് സൈൻ വൈയും ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ എന്താണ് കിട്ടിയത്? അതായത് 1, 2, മൂന്നാമത്തെ റിസൾട്ട് എന്താണ്? 2 കോസ് എക്സ് കോസ് വൈ ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത റിസൾട്ട് ആണ്. ഞാൻ ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഇക്വേഷൻ നമ്പർ 3 കുറക്കുന്നത്. അപ്പോൾ കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ 0 ആണ്. ഇനി സൈൻ എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്താണ്? 2 സൈൻ എക്സ് സൈൻ വൈ ആണ്. 2 സൈൻ എക്സ് സൈൻ വൈ ആണ്. അപ്പൊ 2 സൈൻ എക്സ് സൈൻ വൈ ഈക്വൽ ടു എന്താണ്? 2 സൈൻ എക്സ് സൈൻ വൈ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 സൈൻ എക്സ് സൈൻ വൈ ഈക്വൽ ടു കോസ് ഓഫ് എക്സ് മൈനസ് വൈ കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ നമ്മൾ 4 റിസൾട്ട് ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റിസൾട്ട് എന്താണ്? 2 സൈൻ എക്സ് കോസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഒന്നാമത്തെ റിസൾട്ട് എഴുതിയെടുക്കണേ. രണ്ടാമത്തെ റിസൾട്ട് 2 കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? 2 കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ, മൂന്നാമത്തെ റിസൾട്ട് 2 കോസ് എക്സ് കോസ് വൈ ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. മൂന്നാമത്തെ റിസൾട്ട്. നാലാമത്തെ റിസൾട്ട് 2 സൈൻ എക്സ് സൈൻ വൈ ഈക്വൽ ടു
കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. 4 റിസൾട്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങളിപ്പോൾ പഠിച്ചോളെ. ഒന്നാമത്തെ റിസൾട്ട് 2 sin x cos y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. പഠിച്ചോ. രണ്ടാമത്തെ റിസൾട്ട് ഇവിടെ 2 cos x sin y, ഇവിടെ എക്സ് എന്ന് എഴുതി പോയിട്ടുണ്ട് എന്നോട്. 2 cos x ഇൻറ്റു സൈൻ വൈ ആണ്. 2 cos x sin y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ. നെക്സ്റ്റ് റിസൾട്ട് 2 cos x cos y ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ലാസ്റ്റ് റിസൾട്ട് 2 sin x sin y ഈക്വൽ ടു കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ക്ലിയർ ആയല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് കോസ് ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു റൂട്ട് 2 കോസ് എക്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ് എക്സ് പ്ലസ് വൈൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക, അതേപോലെ കോസ് എക്സ് മൈനസ് വൈൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ അല്ലേ. ഞാൻ ഇപ്പോൾ എഴുതുന്ന റിസൾട്ടാണ്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ എന്ന് ഞാൻ ഇപ്പോൾ റിസൾട്ട് എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു, ഇത് നിങ്ങൾ എക്സ് വൈ എന്ന് വിചാരിച്ചു, ഇതെന്താണ് എക്സ് വൈ ആണ്. ഓക്കെ, കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് പൈ ബൈ 4 ആണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എക്സ് ആണ്. വൈക്ക് പകരം എന്താണുള്ളത്, എക്സ് ആണ്. ഓക്കെ, കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ. ഓക്കെ, 2 കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് പൈ ബൈ 4 1 ബൈ റൂട്ട് 2 ആണ് ഇൻറ്റു കോസ് എക്സ്. നമ്മുടെ ആൻസർ റൂട്ട് 2 കോസ് എക്സ് ആണ്. എന്തുകൊണ്ടാണ് ആൻസർ കിട്ടാത്തത്? നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസർ കിട്ടും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 2നെ ഞാൻ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ബൈ റൂട്ട് 2 കോസ് എക്സ് എന്ന് എഴുതി. 2നെ ഞാൻ എന്താ ചെയ്തത്, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ ഈ റൂട്ട് 2 ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റൂട്ട് 2 ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ റൂട്ട് 2 കോസ് എക്സ്. ഇതല്ലേ നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, സൈൻ ടു എക്സ്, കോസ് ടു എക്സ്, ടാൻ ടു എക്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തത്. 1 മൈനസ് കോസ് ടു എക്സ് എന്താണ്, 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. 1 പ്ലസ് കോസ് ടു എക്സ് എന്താണ്, 2 കോസ് സ്ക്വയർ എക്സ് ആണ്. നിങ്ങൾ സൈൻ ടു എക്സ് എന്താണ്, 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. 1 മൈനസ് കോസ് ടു എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്, 1 പ്ലസ് കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ്, സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്, 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണ്. ഓക്കെ, അതേപോലെ 1 മൈനസ് കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് എക്സ് എന്താണ്, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 പ്ലസ് കോസ് ടു എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ആണ്. ദെൻ 1 പ്ലസ് കോസ് എക്സ് എന്താണ്, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്താണ്, 2 സൈൻ എക്സ് കോസ് വൈ ആണ്. അതേപോലെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്, 2 കോസ് എക്സ് സൈൻ വൈ ആണ്. ഓക്കെ, ദെൻ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്, 2 കോസ് എക്സ് കോസ് വൈ ആണ്. അടുത്തത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ്
കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? 2 സൈൻ എക്സ് സൈൻ വൈ ആണ്. ഓക്കെ, ഇത്രയും റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുന്നു. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഏകദേശം ഒരു 75% ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസൾട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ റിസൾട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. ഏത് റിസൾട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.